നമസ്കാരം, ഗുഡ് മോർണിംഗ് ടു ഓൾ, ഹാപ്പി ക്രിസ്മസ്. നമ്മൾ ഇന്നൊരു ചെറിയൊരു യാത്ര പോവുകയാണ്. അതായത് പൊന്മുടി വഴി സുന്ദരപാണ്ടിപുരം. ഓക്കെ, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. വിഷ്ണു, ഇത് പ്രശ്നമുണ്ട്. ഓക്കെ, എല്ലാവരും ഹായ് കാണിക്കും. ഓക്കെ, അപ്പോൾ ബാക്കി ഇനി വീഡിയോയിലേക്ക് കാണാം. എയർപിന്ന് കയറി തുടങ്ങിയ ഇല്ലല്ലോ? തുടങ്ങിയില്ലല്ലേ? താഴെ ബേസ് ഇതായല്ലേ? താഴെ ആയല്ലേ? ചേട്ടാ ടാറ്റ. വീഡിയോ ആണ് എടുത്തത്. നല്ലൊരു ആംബിയൻസ് ഉള്ള ഇവിടെ നമ്മളെ മീൻമുട്ടി സൂപ്പറാണ്. പ്രത്യേകിച്ച് രാവിലെ ഉള്ള ഈശ്വര കാണണേ. എനിക്ക് അതിരാവിലെ എണീച്ച് പോകുന്ന യാത്രകൾ നല്ല അടിപൊളിയായിരിക്കും അല്ലേ? നല്ല രസമായിരിക്കും. നല്ല അതിൻ്റെ ഒരു പ്രത്യേക രസമാണത്. ആ വെയിൽ ലൈറ്റ് ഒരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഈ ഏരിയ ഉണ്ട്, വേറെ ഒരു ശല്യമില്ല. അത് നമ്മളിപ്പോ ഇതിനകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ്. പുറത്തിറങ്ങിയാൽ നല്ല തണുപ്പായിരിക്കും. പിന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കൊറോണ ഒക്കെ ഓടിത്തള്ളും. കണ്ണം വഴി ഓടും. ഡ്രൈവർ സുഖം ഓടിക്കുന്നുണ്ടല്ലേ വണ്ടി? പ്രശ്നപ്പെട്ടാ? നമസ്കാരം. പറഞ്ഞോ. നമ്മളിന്ന് ഒരു അടിപൊളി യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് പൊന്മുടിയിലേക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ സുന്ദരപാണ്ടിപുരം എന്ന സ്ഥലത്തേക്കാണ്. ഇപ്പോഴുള്ള യാത്ര വിശേഷങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, സുന്ദരപാണ്ടിപുരം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അല്ലേ നമ്മളെ ആ സിനിമയുടെ പേരെന്തോന്നാ? അന്യൻ. ഫേമസ് ആണ്. അന്യൻ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം അവിടെയാണ്. അവിടെ അന്യൻ റോക്ക് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ആ സ്ഥലത്തിന് അങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. രക്ഷയില്ല മോനെ. കിടിലം വ്യൂ. നമ്മളിപ്പോ അതിന്റെ ടോപ്പിലേക്കാണ് പോണത്. എയർപിൻ തുടങ്ങിയിട്ടില്ല. മൊത്തം എത്ര? 22 ഹെയർപിൻ ആണല്ലേ പൊന്മുടി? 22 ഹെയർപിൻ ആണ്. വെയിലും മഞ്ഞും എല്ലാം കൊണ്ടൊരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ്. ആൾക്കാരൊക്കെ ഇവിടെ ഇതിൽ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. പുഴയാണെന്ന് തോന്നുന്നു. ചെറിയ അരുവികളും പാറക്കഷ്ണങ്ങളും വാട്ടർഫോൾസ് ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളു. അവിടെ പണി തുടങ്ങി. നല്ലതാണ്. ഒരു പാലമുണ്ട്. ഈ പാലം ഇതാണ് മീൻമുട്ടിയിലേക്ക് പോകുന്ന വഴി അല്ലേ? ഇതാ കാണും. ഇതാണ് മീൻമുട്ടി. ബോർഡ് വെച്ചിട്ടുണ്ട്. ഏതൊരു പാലം അപകടാവസ്ഥയിലാണ്. 10 ടണ്ണിലധികം വണ്ടി ഇതൊരു പാലമാണ് കയറാൻ പാടില്ലെന്ന് പറഞ്ഞ ഈ പാലം എനിക്ക് ഉദ്ദേശിച്ചത്. ഇവിടെ വല്ല ചായക്കട എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഒരു ചായ അടിച്ചിട്ട് പോകാം. നിങ്ങൾ ലൈറ്റായിട്ട് കഴിക്കാം. കാണുമായിരിക്കും. മതി നോക്കട്ടെ. ഹോട്ടൽ തന്നെയാണ്. കല്യാണത്തിന്റെ
കല്യാണത്തിൻ്റെ അമ്മ റെസ്റ്റോറൻറ്റ്. ഓക്കെ, ഐസ് റെസ്റ്റോറൻറ്റ് ആണല്ലേ. വാഴയില്ലേ വീട്ടിലെ ബിരിയാണി കയറുമ്പോഴത്തേക്ക് കല്യാണം എല്ലാം പറഞ്ഞ നാണക്കേടല്ലേ? അല്ല റെസ്റ്റോറൻറ്റ് തന്നെ. വീട്ടിലാണ് വാഴയില്ലേ? കഴിക്കാം വാ. നമ്മൾ നല്ല ചൂട് ദോശയും ചമ്മന്തിയും ഓംലെറ്റും അതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞാൽ കയറണം. കയറിയാലേ അറിയാൻ പറ്റും. കയറി നോക്കിയാലും അറിയാൻ പറ്റില്ല. വണ്ടി നമുക്ക് ഇവിടെ എന്തായാലും പാർക്ക് ചെയ്തിട്ട് ഇവിടെ സൈഡിൽ ഒതുക്കിയിട്ട് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ പണി കിട്ടും. അല്ലാത്തിട്ട് ഗേറ്റ് ഇടായിരുന്നു. ഗേറ്റ് ഇട്ടിട്ട് ഇനി പറ്റൂലെന്ന് പറഞ്ഞാൽ കിട്ടില്ല. ചേട്ടാ അവിടെ തെങ്ങും തടി കിടക്കുകയാണ് കണ്ട. നീ വന്നോ. കുഴപ്പമില്ല വാ. മതി കുഴപ്പമില്ല, കറക്റ്റ് തന്നെ. അല്ല ഫ്രണ്ടോട്ട് ഇടാം, നേരത്തെ തുറക്കാൻ പറ്റില്ല. അതെയോ? രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ, അമ്മ റെസ്റ്റോറൻറ്റിൽ കയറാൻ പോവുകയാണ്. ആണല്ലേ, വീട്ടിലെ ഊണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കയറി നോക്കാം. നല്ല ചൂട് ദോശ കഴിക്കാനാണ് നമ്മുടെ ആഗ്രഹം. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. കയറി നോക്കിയിട്ട് പറയാം. ഓക്കെ, ഉള്ളത് ചപ്പാത്തി ദോശ അല്ലേ? അപ്പം 3 പേർക്ക് 3 സെറ്റ് ദോശ. എത്ര ദോശ എടുക്കും? 3 സെറ്റ്. ചമ്മന്തി, സാമ്പാർ, ഓംലേറ്റ് ഉണ്ടോ കേട്ടോ? അപ്പം ഒരു 3 സിംഗിൾ ഓംലേറ്റ്. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്ത് എന്തായാലും വരട്ടെ, എന്നിട്ട് നമ്മൾ ബാക്കി പറയാം. ഓക്കെ. നല്ല ആവി വറക്കുന്ന ദോശ രാവിലെ തന്നെ. നല്ല ചൂട് ദോശയാണ്. അതെ, ദോശ, ചമ്മന്തി. ചേട്ടാ രസം ഇവിടെ ഉണ്ടാവോ? ഇല്ല അല്ലേ? കഴിക്കാം. സാമ്പാർ എനിക്ക് ചോദിച്ചു തരാം കേട്ടോ, കുറച്ച് ചോദിച്ചു ധൈര്യമായിട്ട് ചോദിച്ചു. ആ 3 സിംഗിൾ. ഡബിൾ അടിക്കും. എന്നാലും ഡബിൾ. എന്തായാലും കഴിച്ചു തുടങ്ങാം. കഴിച്ചിട്ട് ബാക്കി പറയാം. കൊള്ളാം അല്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? ഓംലേറ്റ് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് കുരുമുളകും കൂടെ ഇട്ടിട്ട് ഒരു പിടി പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് ഈ ഹോട്ടൽ ഇന്നലെയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഇത് പൊന്മുടിയേക്ക്, അതായത് നമ്മുടെ മീൻമുട്ടി കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ 300 മീറ്റർ കഴിഞ്ഞ പോലെ റൈറ്റ് സൈഡിൽ അമ്മ എന്നാണ് പേര് ഹോട്ടലിൻ്റെ. സൂപ്പർ ഫുഡ് കേട്ടോ, കൊള്ളാം, അടിപൊളി ഫുഡ്. അമ്മയുടെ അതേ സ്വാദ് തന്നെ. വീട്ടിൽ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ആഹാരം പോലെ തന്നെ. നല്ല സാമ്പാറും ചമ്മന്തിയും. ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇഞ്ചിയൊക്കെ ഇട്ട ചമ്മന്തിയാണ്. അതെ, പിന്നെ സാമ്പാറും കൂടെ ചേർത്ത് പിന്നെ ഒരു ഡബിൾ ഓംലേറ്റ്, കുറച്ച് കുരുമുളക് വന്നിട്ടുണ്ട്. ഇവിടെ ചായ ഉണ്ടോ കേട്ടോ? ഒരു 3 ചായ, സ്ട്രോങ് മധുരം കൂട്ടി. ആ കേട്ടോ. അതെ. അപ്പോൾ നിങ്ങളൊക്കെ പൊന്മുടിയിൽ പോവുകയാണെങ്കിൽ, ഈ വഴി വരികയാണെങ്കിൽ ഈ കടയിൽ എന്തായാലും കയറണം. നല്ല ഇതാണ്, പേഴ്സണലായിട്ടുള്ള അനുഭവമാണ്. നല്ല ഫുഡ്, സൂപ്പർ, രക്ഷയില്ല കേട്ടോ, അടിപൊളി ഫുഡ്. ഓംലെറ്റ് ഒക്കെ ഫിനിഷായി. അതായത് ചൂട് ആവി വറക്കുന്ന അടുത്ത ചായ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ളതായതുകൊണ്ട് നമുക്കിപ്പോൾ ഇങ്ങനത്തെ കപ്പിലാണ് ഇപ്പോൾ കിട്ടുന്നത്. അതെ. അപ്പോൾ നമുക്ക് ചായ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനും ഒന്ന് കുടിച്ചോ. ചായ കുഴപ്പമില്ല, നല്ല ചായ. എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ. അപ്പോൾ മറക്കണ്ട, അമ്മ എന്ന് പറയുന്ന ഹോട്ടലാണ് നമ്മുടെ പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന കടയാണ്. നിങ്ങൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് ചെറിയ ലളിതമായ രീതിയിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ വന്ന് കഴിക്കുക. അതെ, പൊന്മുടിക്ക് വരുന്ന മീൻമുട്ടി കഴിഞ്ഞ് ഒരു 300 മീറ്റർ ഫ്രണ്ടിലോട്ട് വരുമ്പം റൈറ്റ് സൈഡിലിരിക്കുന്ന ഹോട്ടലാണ്. അത് മുന്നേ ഉണ്ട്, അതിപ്പോൾ റിനോവേറ്റ് ചെയ്ത്
കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് റിനോവേറ്റ് ചെയ്ത് ഇപ്പോൾ വലിയ ഹോട്ടലാക്കിയിട്ടുണ്ട്. നല്ല വൃത്തിയും കാര്യങ്ങളും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഒരുപാട് നല്ല സ്പേഷ്യസ് ആണ്. ഭക്ഷണം കഴിച്ച് ഇറങ്ങി. ഈ ഹോട്ടലിൻ്റെ പേരാണ് അമ്മ റെസ്റ്റോറൻറ്റ്. കല്ലാറാണ് സ്ഥലം, കല്ലാർ. അത് കല്ലാർ പാലം കഴിഞ്ഞ് ഒരു 300 മീറ്റർ വരും അല്ലേ? ഹോട്ടൽ വരുന്നത്. എന്താ ലൊക്കേഷൻ കാണിച്ചുതരാം. നല്ല ഹോട്ടലാണ് കേട്ടോ, നല്ല ഫുഡ്, രാവിലെ സൂപ്പർ ഫുഡ്. അപ്പോൾ ശരി, നമുക്കിനി നേരെ പൊന്മുടിയിലേക്ക് വീണ്ടും യാത്ര തുടങ്ങാം. ചെക്ക് ചെയ്തിട്ട് നമ്മളെ കയറ്റി വിട്ടിരിക്കുകയാണ്. പൊന്മുടി ഫസ്റ്റ് ചെക്കിംഗ് ആണ്. രണ്ട് ചെക്കിംഗ് ഉണ്ട്. മുന്നേ ആദ്യമാണെങ്കിൽ ലോക്ക്ഡൗണിന് മുന്നേ ആയിരുന്നെങ്കിൽ ഒരു ചെക്കിങ്ങേ ഉള്ളായിരുന്നുള്ളൂ താഴെ. ഇപ്പം നമ്മൾ കണ്ട സ്ഥലം ഇപ്പം ലോക്ക്ഡൗണിന് ശേഷം ഇവിടെ നിന്നും ഉണ്ട്, അങ്ങ് ടോപ്പിലും ഉണ്ട്. കിടിലം പ്ലേസ് ചെയ്യാനല്ലേ, രക്ഷയില്ല. നമ്മള് കുറെ നാളത്തേക്ക് ശേഷം വീണ്ടും വരണം. അല്ലേ, പെട്ടെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റില്ല തിരുവനന്തപുരത്തെ, ട്രിവാൻഡ്രത്ത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നേ അല്ലേ? മിക്കവരും വിചാരിക്കുന്ന സിറ്റി മാത്രമേ ഉള്ളൂ, സിറ്റി ലൈഫാണ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങൾ മാത്രമേ പോകാറുള്ളൂ. നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരു ദിവസത്തിന്റെ പകുതി മതി ഇവിടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട്. ഫസ്റ്റ് ഹെയർ പിന്ന് കയറി, പിന്നെ ഒന്നെങ്കിൽ വരേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 8-8:30 ആകുമ്പോഴത്തേക്ക് അതിരാവിലെ രീതിയിൽ വരണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു 3 മണിക്ക് ശേഷം ഇവിടെ എത്താം. സിറ്റിയുടെ കാലമുള്ളൂ, കാരണം നല്ല വെയിലാണ് ടോപ്പിൽ. അതെ, ഇന്ന് പക്ഷെ വലിയ കോട ഇല്ല, കാരണം വെയിൽ കൂടുതലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഇവിടെ. അതെ, ഇവിടെ കാണാൻ പറ്റൂല, ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അന്തരീക്ഷം നമുക്ക് അനുകൂലമാണ്. അതെ, ഇന്ന് ഫുള്ള് നമ്മൾ യാത്രയാണ്. പൊന്മുടി പോയി കണ്ടിട്ട് നേരെ നമ്മളിനി നെടുമങ്ങാട് വരും അല്ലേ? നെടുമങ്ങാട് വന്നിട്ടല്ലേ കട്ട് ചെയ്ത് പോകണം? വരണ്ടല്ലേ? ഓക്കെ, വന്നിട്ട് നേരെ സുന്ദരാവണ്ടി വരാം. അത് മാത്രമല്ല, ഈ റോഡിൽ വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ബൈക്കേഴ്സ് സൂക്ഷിച്ചിരണം, കാരണം ഈ റോഡിന് വീതിയില്ല. അതെ, ഇവിടെ തൊട്ട് അങ്ങ് അറ്റം വരെ വീതിയില്ല. മിക്കയിടത്ത് ഹെയർ പിന്നിന് വീതി കുറവ് തന്നെയാണ്, പക്ഷെ ഇവിടെ നല്ല വീതി കുറവാണ്. അതെ, ചെക്കിങ്ങും കാര്യങ്ങളുണ്ട്. വരുന്നവര് മസ്റ്റായിട്ട് ഹാൻഡ് സാനിറ്റൈസർ, കയ്യിൽ മാസ്ക് ധരിക്കുക. അതെ, അതുപോലെ തന്നെ നിങ്ങൾ വരുമ്പോഴത്തേക്ക് വേറെ മദ്യം ലിക്കർ ഒന്നും എടുക്കാൻ പാടില്ല, ലിക്വിഡ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക് വസ്തുക്കൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ വരേണ്ടത് സൂക്ഷിച്ച് വരിക, അതുപോലെ സൂക്ഷിച്ച് തിരിച്ചിറങ്ങി പോവുക. അതെ, നമ്മുടെ സേഫും കൂടെ നോക്കി വേണം ഇവിടെ വരാൻ. ഇവിടെ സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനം, വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ. വൺ ഡേ ട്രിപ്പിന് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ഇത് തന്നെയാണ്. മഴയത്തൊക്കെ പ്രത്യേകിച്ച് ബൈക്കേഴ്സ് മഴയത്ത് വരുമ്പോൾ സൂക്ഷിച്ച് വരണം. മണ്ണിടിച്ചിലൊക്കെ ഉള്ള സ്ഥലമാണ്. ശരിക്കും ഇത് പൊന്മുടിയുടെ ഫീൽ അറിയണമെങ്കിൽ ബൈക്കിൽ തന്നെ വരണം. ഇപ്പൊ നമ്മള് കാറിലാണ് വരണത്. ഈവൻ ദോ നമ്മള് ബൈക്കിൽ വരുന്നതാണ്, നമ്മൾ ഒരുപാട് പ്രാവശ്യം ബൈക്കിൽ വന്നിട്ടുണ്ട്. ബൈക്കിൽ വരുന്നതാണ് ഫീല്. നല്ല തണുപ്പാണ്. നമുക്കിപ്പോ കാറിൽ ഇരിക്കുന്നതുകൊണ്ട് വലുതാകത്തെ അറിയാൻ പറ്റുന്നില്ല, എന്നാൽ കൂടി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നല്ല തണുപ്പാണ്, നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണ്. കോട ഇല്ലെന്നേ ഉള്ളൂ. ഇപ്പൊ 3ാമത്തെ ഹെയർ പിൻ ആണ് കയറിയിരിക്കുന്നത്. മൊത്തം 22 ഹെയർ പിന്നുണ്ട് പൊന്മുടിക്ക്. ഇപ്പൊ വന്ന് ഇപ്പൊ കാണാൻ പാടാണ് ഹെയർ പിൻ ഇവിടത്തെ. നമുക്ക് നമ്മുടെ ഫ്രണ്ടിലൊരു വാഹനം പൊയ്ക്കൊണ്ടിരിക്കുന്നോണ്ട് അതെ, നമ്മൾ വളരെ കൺട്രോൾ ചെയ്താണ് പോകുന്നത്. അല്ല, നമുക്ക് ഈ വഴി റോഡ് ചെറുതാണ്. റോഡ് ചെറുത് മാത്രമല്ല, KSRTC സർവീസ് ഉള്ള റോഡും കൂടെ സമ്മതിക്കണം. നമ്മള് സൂക്ഷിച്ച് കൊണ്ടുപോകാം. എന്താ പറഞ്ഞാൽ KSRTC ഇല്ലേ, ഇത്രയും ഒരു റിസ്ക് പിടിച്ച ഒരു ഏരിയയിൽ കൂടെ ഓടിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഇത്ര ആൾക്കാരെ വെച്ച്, അതും എന്താ പറയാ, ബസ് എന്ന് പറഞ്ഞാൽ വലിയ വാഹനമാണല്ലോ. പിന്നെ ഇവിടെ മാത്രം, ഇപ്പൊ പൊന്മുടി മാത്രമല്ല, എല്ലായിടത്തും ഈവൻ ഹൈ റേഞ്ചിൽ ഓടിക്കുന്ന എല്ലാ ബസ് ഡ്രൈവർമാരെയും നമിക്കണം നമുക്ക്.
അമിച്ച് പോവും. കാരണം ഇവിടെ വരുമ്പോഴത്തേക്ക് അനാവശ്യമായിട്ട് വാഹനം സൈഡിൽ ഒതുക്കി നിർത്തുക, കുപ്പികൾ പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ച് എറിയാതിരിക്കാൻ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ ഇവിടെ ആരെങ്കിലും കാണുകയാണെങ്കിൽ അത് അതിനായിട്ടുള്ള ഫൈന് അവരിവിടെ നിന്ന് അടിച്ചു തരും. പ്ലാസ്റ്റിക് റെസ്ട്രിക്ഷൻ ഉള്ള ഏരിയ ആണ്. ഇപ്പം എല്ലായിടത്തും പ്ലാസ്റ്റിക് റെസ്ട്രിക്ഷൻ ഉള്ള ഏരിയ തന്നെയാണ്, പഴയതുപോലെയല്ല. വരുന്നത് അത്രയും കൺട്രോൾ ചെയ്ത് തരും. ഒരുപാട് ടൂറിസ്റ്റ് വരുന്നുണ്ട്. ഞാൻ ഇന്ന് ക്രിസ്മസ് ആണ്, ഇനി നല്ല തിരക്കായിരിക്കും. മുകളിലെത്തുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ താഴെ നമ്മൾ ചെക്കിങ് തന്നെ ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു. ഞാൻ അതിനത് കാണിക്കാത്തതാണ് വീഡിയോ, കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. താഴെ വരുമ്പോ കാറാണെങ്കിൽ നമ്മൾ 3 പേരില്ലായിരുന്നോ? ഒരാൾക്ക് എത്ര 40 വെച്ചല്ലേ? 40 വെച്ചല്ലേ? 120 അല്ലേ ആയത് ടിക്കറ്റ്? 120. 3 പേരുണ്ട് ഞങ്ങള്. 3 പേർക്കും കൂടെ ചേർത്ത് 120 ടിക്കറ്റ്. അതെ അതെ അതെ. താഴെ അല്ലായിരുന്നു ഈ ടിക്കറ്റ് കൊടുത്തോണ്ടിരുന്നത്, ഏറ്റവും ടോപ്പിലായിരുന്നു. അതായത് ഒരു 19-20 ഹെയർ പിന്നിൽ വെച്ചാണ് കൊടുത്തോണ്ടിരുന്നത്. കൊറോണയൊക്കെ വന്നതിന് ശേഷം അതെ അതെ ഒരുപാട് അഴിച്ചുപണികൾ നടന്നിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ ഇവിടെ തന്നെ പാലിച്ചു പോകുന്നതിലേക്ക് വേണ്ടി സാനിറ്റൈസർ പ്രത്യേകം കൊണ്ടുവരണം. ഇവിടെ നിന്ന് ആരും സാനിറ്റൈസർ തരത്തില്ല, നമ്മൾ കയ്യിൽ തന്നെ കൊണ്ടുവരണം. സാനിറ്റൈസർ ഉപയോഗിച്ച് കയറാൻ പറ്റുള്ളൂ. അതെ. പിന്നെ വരുന്ന ഒരു മാസ്ക് കമ്പൽസറി ആയിട്ട് ധരിക്കുക. നിർബന്ധമായിട്ട് മാസ്ക് സാനിറ്റൈസർ കയ്യിൽ വെച്ചേക്കണം. പിന്നെ ബൈക്കേഴ്സ് ആണെങ്കിൽ വരുന്ന 2 പേരാണെങ്കിൽ 2 ആൾക്കാരാണ് ഉണ്ടെങ്കിൽ പോലും അവർ 2 പേരും ഹെൽമെറ്റും ധരിക്കണം, 2 പേരും മാസ്കും ധരിക്കണം. 2 പേരെ കയ്യിലും സാനിറ്റൈസർ ഉണ്ടായിരിക്കണം. നിയമങ്ങൾ പാലിക്കുന്നതിന് പുറമെ സേഫ്റ്റിയും കൂടെയാണ്. ഇപ്പൊ ഒരാളേലും മാത്രം സാനിറ്റൈസർ ഇരുന്നിട്ട് കാര്യമില്ല. 2 പേരുണ്ടെങ്കിൽ 2 പേരേലും തന്നെ വേണം മാസ്ക്, അതേപോലെ സാനിറ്റൈസറും കയ്യിൽ വേണം. നമ്മൾ യാത്ര എൻജോയ് ചെയ്യുന്നതോടൊപ്പം തന്നെ സേഫ്റ്റിയാണ് ഇമ്പോർട്ടന്റ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, മുൻഗണന കൊടുക്കേണ്ടത്. നമ്മൾ മാത്രമല്ല പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചാണ്. നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇറങ്ങാൻ പാടില്ല, പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പഴയതുമല്ല, ഒരുപാട് ഇപ്പോൾ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. 5ാമത്തെ ഹെയർ പിൻ. 5ാമത്തെ അല്ല, 5ാമത്തെ. ഇരിക്കുന്നതിൽ നമ്മളെ 3 പേരിലും നന്നായിട്ട് വാഹനം ഓടിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ വിഷ്ണു. നമ്മളെ ഡ്രൈവർ സുഖു എന്ന് വിളിക്കും. പക്ഷെ അദ്ദേഹത്തിന് ഈ ഹെയർ പിന്നൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ചേട്ടാ ഒരു മയത്തിലൊക്കെ തള്ളു കണ്ടിട്ട് വേണോ നമ്മൾ എത്ര വണ്ടി ഓടിക്കാൻ അറിയാന്നുള്ള ആളാണെങ്കിൽ ശരി തന്നെ, നമ്മൾ പോകേണ്ട സ്ഥലത്ത് പോകേണ്ട രീതിയിൽ തന്നെ പോകും. അല്ല നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെന്നും പറഞ്ഞ് നമ്മൾ കൂടുതൽ ഷോ ഓഫ് കാണിക്കുന്നില്ല. അത് പോകുന്ന വണ്ടിയും കൂടെ നമ്മൾ ബഹുമാനിച്ച് എപ്പോഴും കൊണ്ടുപോകും. അത് ഏത് വണ്ടിയാണെങ്കിലും ശരി തന്നെ നമ്മളെപ്പോഴും സേഫ്റ്റി. അതെ, നമ്മുടെ കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ്. അപ്പൊ അതിന് നമ്മൾ നല്ലപോലെ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. വണ്ടി ഓടിക്കാൻ ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ. കാരണം ലൈസൻസ് നമുക്കിപ്പോ പഠിച്ച് ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്. അതിലേക്ക് അറിയാം. നമുക്ക് ട്രാഫിക് നിയമം കൂടെ പാലിച്ച് വേണം വണ്ടി ഓടിക്കാനായിട്ട്. എല്ലാ റൂൾസും പാലിച്ച് തന്നെ നമ്മൾ പോകണം. ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക. അതെ, എത്ര പേരാണോ ഉള്ളത് അത്രയും പേര് സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ പോകണം. തീർച്ചയായിട്ടും നമ്മളിവിടെ 3 പേര് നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ട്. 3 പേര് സീറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. വിഷ്ണു ഇട്ടിട്ടുണ്ട്. പ്രക്ഷോഭം പറഞ്ഞ നമ്മുടെ ബ്രോയും ഇട്ടിട്ടുണ്ട്. ഇപ്പൊ 6ാമത്തെ 7ാമത്തെ ആണ്. 6ാമത്തെ ആണെന്ന് തോന്നുന്നു. 9ആയി കേട്ടോ. 9ആയി. അതിനിടയ്ക്ക് കുറെ ബോർഡ് ഇളകി പോയിട്ടുണ്ട് കുറെ അടുത്ത്. 9ാമത്തെ ഏർപ്പിനാണ് 22-ൽ 9ാമത്തെ. ഇപ്പൊ 10ആയി. 10ാമത്തെ. ബൈക്കേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നവരാണ്. അതെ അതെ അതെ, റിസ്ക് ഇല്ല. ഒരു ദിവസം ഒരു രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമുക്ക് തിരിച്ച്
വീട്ടിലെത്താം. വരേണ്ട സമയം വെച്ചാൽ ഒന്ന് അതിരാവിലെയാണ്, അല്ലെങ്കിൽ പിന്നെ വരേണ്ടത് ഒരു 3 മണിക്ക് ശേഷം വരണമെങ്കിൽ നല്ലത്. അതെ അതെ. നല്ല ക്ലൈമറ്റ് എപ്പോഴും ഒരേപോലെ ഇരിക്കണം. ഇന്നത്തെ ക്ലൈമറ്റ് അനുസരിച്ച് നല്ല നല്ല വെയിലായിരിക്കും മുകളിൽ. ഇന്ന് നല്ല വെയിലുണ്ട്. സാധാരണ നല്ല കോട ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ സമയത്ത് നമുക്ക് ഏത് സമയത്താണ് ഇവിടെ വരാം. 8 മണിക്കാണ് ഓപ്പണിങ്, വൈകിട്ട് 5 മണി വരെ ഉള്ളൂ. അതെ, ഇതിനകത്ത് നമുക്ക് എപ്പോഴാണോ വരാം. പിന്നെ അല്ലാതെ അവിടെ KTDCയുടെ റെസ്റ്റോറന്റ് ഉണ്ട്, ഹോട്ടൽ, റെസ്റ്റോറന്റ് പ്ലസ് ഹോട്ടലുണ്ട്. അവിടെ വരുന്നവർക്ക് ഹോട്ടലിന്റെ ബുക്ക് ചെയ്ത് കാണിച്ചാൽ മതി, ബുക്കിംഗ് കാണിച്ചാൽ മതി, അവരെപ്പോ വേണോ കയറ്റി വിടും ഹോട്ടലിൽ വരെ. നമുക്ക് ഇവിടെ ഇവരൊരു ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ഇല്ലേ, നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പറ്റും. അതെ അതെ, ബുക്ക് ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി കറക്റ്റ് അറിയത്തില്ല എമൗണ്ട് എത്രയാണെന്ന്. അതെ, എമൗണ്ടും ഡീറ്റെയിൽസ് അറിയില്ല, ഞങ്ങൾ പോയിട്ടുമില്ല. പോണോന്നുണ്ട്, എന്തായാലും പോവും, ഉടനെ പോവും. അതിപ്പം കോവിഡിന് ശേഷം ഓപ്പൺ ചെയ്തില്ലെന്ന് അറിയത്തില്ല, ചോദിച്ചാൽ മാത്രമേ. ഓൺലൈനിലുണ്ട്, സൈറ്റിൽ കയറി നോക്കിയാൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. എമൗണ്ടും കാര്യമൊന്നും അറിഞ്ഞൂടാ, ഓൺലൈൻ സൈറ്റിൽ കയറി നമുക്ക് ചെക്ക് ചെയ്യാന്നുള്ളേ ഉള്ളൂ. നല്ല ക്ലൈമറ്റ് ഉള്ളപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്ത് കണ്ടു പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അതെ അതെ. നമ്മുടെ തൊട്ട് പുറകെ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ പുറകെ ഉണ്ട്. ക്രിസ്മസ് ആയിട്ട് എല്ലാരും ഫാമിലിയായിട്ടും അല്ലാതെയും ഫ്രണ്ട്സുമായിട്ട് വരുന്നവരുണ്ട്. ഇത്രയും നാളെ വീടിനകത്തിരുന്ന് ബുദ്ധിമുട്ടി. പക്ഷേ ഇവിടെ ഒരു സെലിബ്രേഷൻ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും പല നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കോവളം അതുപോലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ന്യൂ ഇയറും അതേപോലെ തന്നെ വിദേശ സഞ്ചാരികളൊക്കെ കൂടുതൽ വരുന്നത് കോവളത്തായിരിക്കും ഇന്നേ ദിവസം. പക്ഷേ അതിൽ നിന്നൊക്കെ വേറിട്ട് നമ്മൾ പൊന്മുടിയിലേക്ക് ചിന്തിക്കുമ്പോൾ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം പഴയതുപോലെ കോവളത്തിന് ഒരു ആഘോഷം ഉണ്ടാകാൻ വഴിയില്ല. നോക്കുമ്പോഴത്തേക്ക് കമ്പയർ ചെയ്യുമ്പോൾ അതന്നെ കോവിഡ് ആയതുകൊണ്ട് ഇപ്പം വിദേശികൾ പൊതുവേ കുറവാണ്. ഇല്ലല്ലോ, ഉണ്ടോ ഇപ്പൊ? കുറവാണ്, വളരെ കുറവാണ്. പക്ഷെ അങ്ങനെ ആഘോഷമൊന്നും വലുതായിട്ടില്ല. എന്താ പറഞ്ഞാൽ ഈ കോവിഡ് ആയതുകൊണ്ട് ആഘോഷങ്ങളെല്ലാം ഭയങ്കര റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ സേഫ്റ്റിക്കും കൂടെ വേണ്ടിയാണ് സർക്കാർ കാര്യങ്ങൾ ചെയ്യണം. നമ്മളും കൂടെ അത് സപ്പോർട്ട് ചെയ്ത് പോയില്ലെങ്കിൽ അത് പിന്നെ വരുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാവും. കാരണം ഇപ്പൊ പഴയതല്ല, ഇപ്പൊ കോവിഡ് കൂടിയിട്ടുണ്ട്, കുറഞ്ഞിരുന്നതാണ്. വീണ്ടും കോവിഡ് കൂടിയെന്നാണ് ഇപ്പൊ വാർത്തയിലൊക്കെ പറയുന്നത്. ബ്രിട്ടനും അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളെല്ലാം ലോക്ക്ഡൌൺ ആണ് പോയിരിക്കുകയാണ്. അതെ അതെ. നമുക്ക് ഇനിയൊരു ലോക്ക്ഡൌൺ ഉണ്ടായാൽ നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റില്ല. അതെ അതെ, നമ്മൾ സ്വയം സേഫ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുരങ്ങന്മാരുതാ കുറേ പേരുണ്ട്. കുരങ്ങന്മാര് റോഡിന്റെ നടുക്ക് വണ്ടി പാർക്ക് ചെയ്തൊക്കെ സെൽഫി ഒക്കെ എടുക്കണം. ഒരിക്കലും നിൽക്കാൻ പാടില്ല. കാരണം ബാക്കിൽ നിന്ന് പറഞ്ഞ വാഹനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതേപോലെ അറിഞ്ഞൂടാത്ത ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നത്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് സൈഡിലൊന്നും വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. പാർക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും ടോപ്പിൽ പോയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നട റോഡിലൊന്നും നിന്ന് ഒന്നാമത്തെ കേസ് ഞാൻ പാർക്ക് ചെയ്ത് ഇങ്ങനെ സെൽഫിയും ഫോട്ടോ ഇതൊക്കെ ഒരുപാട് അപകടത്തിലേക്ക് നയിക്കും. അതെ, കാരണം ഈ വളവ് തിരിഞ്ഞ് പറഞ്ഞവർക്കൊന്നും ഈ വളവിൽ വണ്ടി ഉണ്ടാവുന്ന ഒന്നും അറിയാൻ പറ്റില്ല. ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതെ അതെ. ഇപ്പോ ഹെയർപിന് എനിക്ക് തോന്നുന്നു 12 or 14 ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഹെയർപിന്റെ ബോർഡില്ലേ അത് ചരിഞ്ഞിടക്കും, നമുക്ക് അറിയാൻ പറ്റില്ല. ഇന്ന് 14 or 15 എന്തോ ആയി. അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വണ്ടികൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 8:30 മണിക്ക് എങ്ങാണ്ടാണ് ഓപ്പണിംഗ്. 8 മണിക്കാണ് ഓപ്പണിംഗ്. 8 മണിക്കാണ്. അപ്പോൾ നമ്മളിവിടെ എത്തുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ ഇവിടെ കഴിഞ്ഞു. അതെ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ താഴെ നിന്ന് പാസ് എടുത്തില്ലേ, അതിന്റെ വാലിഡിറ്റി 2 മണിക്കൂറാണ്. അപ്പൊ ഇപ്പൊ ആരെങ്കിലും അവിടെ പോയാലും പാസ് എടുത്ത് പോയാലും അവർക്ക് 2 മണിക്കൂർ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റൂ, സ്പെൻഡ് ചെയ്യാൻ പറ്റൂ. മുന്നേ അങ്ങനെ അല്ലായിരുന്നു. ഇപ്പൊ കോവിഡിന്റെ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 മണിക്കൂറിന് ശേഷം എന്താണെന്ന് അവർ പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു അഡീഷണൽ ചാർജ് വാങ്ങിക്കും തോന്നുന്നു. ഓരോ ആൾക്കാർ 40 രൂപ വെച്ച് വീണ്ടും ചാർജ് ചെയ്യും തോന്നുന്നു. ടൈം നോക്കിയിട്ട് ഇതിപ്പോ നമ്മൾ 13ാമത്തെ എയർപിനാണ് കയറിയത്. 13. അപ്പൊ തരുന്ന ടിക്കറ്റ് നമ്മൾ കയ്യിൽ വെച്ച് കളയാതെ മുകളിൽ ചെക്ക് കൊടുക്കേണ്ടി വരും. ടോപ്പില് അവിടെ താഴേന്ന് ടിക്കറ്റ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര്, മുകളിൽ കാണിക്കണം, കളയരുത്, സേഫായിട്ട് വെക്കണമെന്ന്. ഇനി ഒരു ചെക്ക് പോസ്റ്റും കൂടെ ഉണ്ട്. അതെ. ഇപ്പം മെയിൻ ചെക്ക് പോസ്റ്റ്. അതെ, ഇപ്പൊ 13ാമത്തെ ഹെയർ പിന്നിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. 14 ആയി. ഇപ്പൊ 14 ആകാൻ പോകുന്നു.
ഏറ്റവും മുകളിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. സെൽഫി എടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ സേഫ് ആയിരിക്കണം. കൂടുതൽ സമയം നിർത്തായിരിക്കും. പെട്ടെന്ന് എടുത്തിട്ട് പോകാം. സേഫ്റ്റിയാണ് പ്രധാനം. ഈ സെൽഫി എടുക്കാൻ വേണ്ടി പല അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടാറുണ്ട്. അതെ. ഇപ്പൊ ആ മഞ്ഞും വെയിലും എല്ലാം കൊണ്ടൊരു പ്രത്യേക ക്ലൈമറ്റാണ്. നമ്മുടെ ക്യാമറാമാൻ യദു നന്ദൻ വളരെ സുന്ദരമായിട്ട് അതിനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അയ്യോ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ പ്രേക്ഷകരാണ് പറയേണ്ടത് അല്ലേ? അവരാണ് നമ്മുടെ രാജാവ്. കസ്റ്റമർ ഈസ് ദി കിങ് എന്ന് പറയുന്ന പോലെ. തീർച്ചയായിട്ടും. ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ബ്ലോഗിങ്ങിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം. ഒരു രക്ഷയില്ല മോനെ. എല്ലാരും ഫോണിൽ എല്ലാരും ക്യാമറയിലൊക്കെ ഒപ്പി എടുക്കുന്നുണ്ട് ചിത്രങ്ങളൊക്കെ. അങ്ങ് കാണുന്നില്ലേ? അത് KTDC എന്തോ സംഭവമാണ്, കറക്റ്റായിട്ട് അറിയില്ല. സൂപ്പർ ബൈക്സ് ഉള്ള പയ്യന്മാരൊക്കെ വന്നു. ട്രയമ്പുണ്ട്. ഞാൻ മനസ്സിലായി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ബൈക്കേഴ്സ് തന്നെയാണ്. അതെ അതെ. ഈ ഒരു റോഡ് നോട്ട് ചെയ്തിട്ട് അതെ, അവര് ടിക്കറ്റ് വാങ്ങിച്ച് നോക്കിയിട്ട് ജസ്റ്റ് ആ ടിക്കറ്റിൽ ഒന്ന് ടിക്ക് ചെയ്ത് വിടുകയാണ്. ഓക്കെ, കാണിക്കണ്ടെന്ന് പറഞ്ഞു. നമ്പർ നോട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അതെ അതെ. വിഷ്ണു പറഞ്ഞ പോലെ നമ്പർ നോട്ട് ചെയ്ത് വിടുകയാണ്. അതെ. ഇപ്പോൾ ഈയിടയ്ക്ക് കുറച്ച് ഫ്രണ്ട്സ് പോയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു എന്താ പൊന്മുടിയിലെ ടോപ്പിൽ എന്തോ പുതിയ പോലീസ് സ്റ്റേഷനൊക്കെ തുടങ്ങി എന്നൊക്കെ പറയുന്ന കേട്ടു. അതെ, പണ്ട് ഇത് വിതുര സെക്ഷനിലായിരുന്നു. അതെ അതെ. പൊന്മുടി പോലീസ് സ്റ്റേഷൻ പൊന്മുടിക്ക് പ്രത്യേക ജൂറിസ്ഡിക്ഷൻ അസാധ്യ വ്യൂ പോയിന്റ്. അയ്യോ, പക്ഷെ ഇവിടെ ഈ നിർത്താൻ പറ്റില്ല, അതൊരു പ്രശ്നം. സ്ഥലത്ത് ഓട്ടിക്കണമെങ്കിൽ ഒരു അസാധ്യ ഒരു ഡ്രൈവിംഗ് കഴിവ് ഉണ്ടായിരിക്കണം. അതെ അതെ. സാധാരണ നമ്മൾ പഠിച്ച ഉടനെ ഇറങ്ങി ഒരു വ്യൂ പോയിന്റ് ആണ് ഇപ്പൊ കാണുന്നത്. ഇവിടെ നിർത്താൻ പറ്റില്ല, അതാണ് പ്രശ്നം. കാറിന്റെ അകത്തു നിന്നുള്ള ഒരു ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചു തരാം. ഒരുപാട് നമുക്കൊന്നും കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിർത്താനൊന്നും പറ്റി വ്യൂ ഒന്നും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കഴിവതും നന്നായിട്ട് കാർ ഡ്രൈവ് അറിയാവുന്നവർ മാത്രമേ ഇവിടെ കാർ എടുത്തുകൊണ്ട് വരാൻ പാടുള്ളൂ. അതെ, ഓടിച്ചു പിടിക്കാൻ ഒരുപാട് റോഡുകളുണ്ട്. പിന്നെ ഇത് ചെറിയൊരു എക്സ്പീരിയൻസ് ഇങ്ങോട്ട് വരല്ലേ. അതെ, ഇവിടെ ഒരു ഓവർ സ്പീഡിങ് ചെയ്ത് ഇതൊരു റേസിംഗ് ട്രാക്ക് അല്ല, അറിയാമല്ലോ. റോഡ് കണ്ടില്ലേ, വളരെ വളരെ ഇടുങ്ങിയ റോഡാണ്. കാരണം നമ്മൾ നേരെ പോയിട്ട് കാര്യമില്ല, അതിലെ പറഞ്ഞവരും കൂടെ നേരെ പറഞ്ഞു. അതെ അതെ അതെ. നമ്മളിപ്പം നമ്മൾ സേഫായിട്ട് കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യും. പക്ഷെ ഓപ്പോസിറ്റ് വരുന്നവൻ വന്ന് കയറി തന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാക്സിമം വരുന്നവർ ഇവിടെ പഠിച്ചിറങ്ങിയവർക്ക് വണ്ടി കൊടുക്കാതിരിക്കുക. ഒരുപാട് വളവുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. കുറച്ച് എക്സ്പീരിയൻസ് ആയതിനു ശേഷം നമുക്ക് കൊണ്ടുവരാം, ഒരു പ്രശ്നമില്ല. കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആണ്. ഇതാണ് പുതിയ പോലീസ് സ്റ്റേഷന്റെ ബോർഡുണ്ട് പൊന്മുടി. ഇതാണ് പുതിയ പോലീസ് സ്റ്റേഷൻ പൊന്മുടിയിലുള്ള. കാണിച്ചില്ല പുതിയ പോലീസ് സ്റ്റേഷൻ കണ്ടില്ലേ. സാധാരണ പോലീസ് സ്റ്റേഷനിലെ നല്ല ഭംഗിയുണ്ട്. അതെ അതെ പുതുതായിട്ട് അതെ അതെ കോവിഡിന് ശേഷം തുടങ്ങിയ നമ്മളിപ്പോൾ ടോപ്പിലെത്തി. പോലീസ് സ്റ്റേഷൻ ഒരു ആവശ്യമുണ്ട് ഇവിടെ. അതെ അതെ. ഈ ഹെയർ പിന്നെല്ലാം കയറി കഴിഞ്ഞു. നമ്മൾ ടോപ്പിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞു. പൊന്മുടി ടോപ്പ് എത്തി. ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട്, നല്ല തിരക്കുണ്ട്. നല്ല തിരക്കുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല ഹോളിഡേ ആണല്ലോ, നല്ല തിരക്കുണ്ട്. ഇവിടെ ഫോറസ്റ്റ് ജീവനക്കാർ എല്ലാവരും നിൽക്കുന്നുണ്ട്. ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് കയറ്റുന്നത്.
ബൈക്കേഴ്സിനൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പാർക്കിംഗ് ഏരിയയിലേക്ക് നമ്മൾ പാർക്ക് ചെയ്യാണ്. അത് പണ്ട് ഇത്രയും തിരക്കില്ലായിരുന്നു, പക്ഷേ കോവിഡിന് ശേഷം തുറന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്ര തിരക്ക്. ഇന്ന് പിന്നെ അവധിയാണല്ലോ, ഇപ്പം ക്രിസ്മസ് അവധിയൊക്കെ ആണ്. ഇന്ന് പിന്നെ ക്രിസ്മസ് ആണ്, അതിൻ്റെ ഒരു തിരക്കുണ്ട്. അത് ഒരു വേറൊരു വ്യൂ പോയിൻ്റാണ്. ഇത് ഒരു മലയുടെ മുകളിൽ കയറി പോകുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. പൊന്മുടി എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാലും വ്യൂ തന്നെ. നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇനി ബാക്കി ദൃശ്യങ്ങളിലേക്ക് വരാം. അതെ, എവിടെ നോക്കിയാലും വ്ളോഗേഴ്സിനെ കൊണ്ട് ഇരിക്കാൻ വയ്യ. എല്ലാവരും വ്ളോഗിങ് തുടങ്ങിയിരിക്കുകയാണ്, ഈ ഞാനുൾപ്പെടെ. ഒരു പൊന്മുടിയിലെ ഒരു വ്യൂ പോയിൻ്റാണ്. അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ പൊന്മുടി ഫുള്ളും കാണാം. ഒരുപാട് ആൾക്കാരും ഉണ്ട് അവിടെ, കണ്ടില്ലേ? അതൊരു ഒരു 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 2 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റിൽ ഒരു സ്ഥലമുണ്ട് അവിടെ. അതിൻ്റെ മുകളിൽ കയറി കാണാൻ പറ്റും. ഇവിടെ നിന്ന് വരുന്ന മിക്ക ടൂറിസ്റ്റുകളും അവിടെ ഇങ്ങോട്ട് പോകാറുണ്ട്. പക്ഷെ അത് അങ്ങനെ വന്നിട്ട് ഭയങ്കര ബ്രോ, എങ്ങനെയുണ്ട് വിഷ്ണു? പൊന്മുടി എങ്ങനെയുണ്ട്? ആണല്ലേ, ഒരു വർഷത്തിൽ കൂടുതലായല്ലേ നമ്മൾ വന്നിട്ട്? ആണല്ലേ, അത് കുറച്ചും ഡെവലപ്പ് ചെയ്യുമായിരിക്കും. കറക്റ്റായിട്ടല്ല കിടക്കുന്നത്, അതെ. പണിയാണ്ടാക്കി ഇരിക്കുന്നതാണ്. നേരത്തെ വിസിറ്റേഴ്സ് ഇപ്പം കൂടിയിട്ടുണ്ട്. അതെ, ലോക്ക്ഡൗണിന് ശേഷം എല്ലാ ആൾക്കാരും ഇങ്ങോട്ടാണ് വരുന്നത്. നമുക്കിവിടെ ഇതേപോലെ ഒരു 3-4 വെയിറ്റിംഗ് ഷെഡ് പോലെ അവർ ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഇവിടെ ടോപ്പിലാണ്. ടോപ്പിൽ അത് താഴെ ഇറങ്ങിയിട്ടൊക്കെ നടന്ന് വരുമ്പോഴത്തേക്ക് ക്ഷീണമുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് ഇതൊക്കെ റിലാക്സ് ആയിട്ട് പോകാം. അതെ അതെ, വെയിലിൽ നിന്നും കുറച്ച് നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. അതെ, ഇതിവിടെ പൊന്മുടി തുടങ്ങിയ കാലം തൊട്ടേ ഈ സംഭവം ഇവിടെ ഉണ്ട്. അതെ അടുത്ത കാലം ചെയ്തതല്ല, പണ്ടേ അതെ റിനോവേറ്റ് ചെയ്തിട്ടുണ്ടോ? അതെ അതെ, ലോക്ക്ഡൗൺ സമയത്ത് ഒരു കുറച്ച് പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ കാണുന്ന സ്ഥലമില്ലേ, ഇത്രയും സ്ഥലം, ഇവിടെ നിന്ന് ഞങ്ങൾ മഴ സമയത്ത് നല്ല മഴയും നല്ല കോട മഞ്ഞൊക്കെ ഉണ്ട്. ആ സമയത്ത് വന്ന് ഇവിടെ നിന്ന് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന സമയത്ത് വന്നപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. കോളേജിലെ ഈ സ്ഥലം ഇപ്പം പഴയതല്ല, ഒരുപാട് അതെ ഒരു കേൾക്കുന്നുണ്ട്. അതെ അതെ, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഇനി കുറച്ച് അങ്ങോട്ട് താഴോട്ട് പോയിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. വീട്ടിലെ വ്യൂ പോയിൻ്റാണ്. നമുക്ക് ഇറങ്ങിയെങ്കിൽ പണി കിട്ടും. സൂക്ഷിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാം, കുട്ടികളെ കൊണ്ട് പോകാം. എനിക്കിത് ഫോണും പിടിച്ച് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക്കാണ്. ഞാൻ അവിടെ താഴെ ചെന്നിട്ട് ബാക്കിയുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. നമ്മൾ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഒരു താഴേക്ക് പോവാണ്. ഓക്കെ, ഒരു ഹായ് കാണിച്ചേ. ഓക്കെ, ഇനി താഴെ ഇറങ്ങിയിട്ട് ബാക്കി ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ടോപ്പിലെത്തി.
ഇത്രയും ഒന്ന് താഴേന്ന് വന്നതാണ്, ഉണ്ടല്ലേ? ഒന്ന് താഴേന്ന്, ഇത്രയും താഴേന്നാണ് മുകളിലേക്ക് വന്നത്. ഇപ്പോഴും കിതപ്പം മാറിയിട്ടില്ല. അയ്യോ, ഇത്ര സ്റ്റാമിന ഉള്ളവരായാലും എൻ്റെ അമ്മ തളർന്നു പോകും. തളർന്ന് നമ്മളൊരു വെയിറ്റിംഗ് ഷെഡിലേക്ക് പോവുകയാണ്. ഇവിടെ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ബാക്കി യാത്ര തുടരാം. നല്ല തളർന്നു പോയി എൻ്റെ അമ്മ. എല്ലായിടത്തുമൊന്നും പോകാൻ പറ്റിയിട്ടില്ല. കുറച്ച് സ്ഥലങ്ങളിലേ പോയിട്ടുള്ളൂ. ദോവ കാണുന്ന ടോപ്പിലൊന്നും കയറിയിട്ടില്ല. നല്ല വെയിലാണ്, അസാധ്യമായിട്ടുള്ള വെയിലാണ്, സഹിക്കാൻ വയ്യ. അപ്പോൾ നമ്മളിനി നേരെ കാർ പാർക്കിങ്ങിലെ ഏരിയയിൽ പോയിട്ട് നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അത് പോയി എടുത്തിട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ സുന്ദരപാണ്ഡിപുരം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ. ഇന്ന് നല്ല ക്ലൈമറ്റ് അല്ല, നല്ല വെയിലുണ്ട്, നല്ല ചൂടുമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ കാണാം. അടുത്ത് എങ്ങോട്ടാണ്? അടുത്ത നമ്മൾ സുന്ദരപാണ്ഡിപുരം. ഇവിടെ നിന്ന് കുറച്ച് നല്ല ദൂരമുണ്ട്, അത് തമിഴ്നാട്ടിലാണ്. ഇപ്പോൾ ഈ സൈഡിലൊക്കെ നിർത്തി ഫോട്ടോയൊക്കെ എടുക്കുന്നില്ലേ, ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ്. ഞങ്ങൾ നിർത്തിയിട്ടില്ല, ഞങ്ങൾ നിർത്താത്തതുകൊണ്ട് പറയുകയല്ല. ഈ ഒരു ചെറിയ വഴിയാണ്, റോഡ് കണ്ടില്ലേ, വളരെ ചെറുതാണ്. റിസ്ക് അധികം എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല.